ശ്രീമതി കെ സ്നേഹപ്രഭ ടീച്ചർ ദിവംഗതരായ AK ഗോവിന്ദൻ്റെയും AM നാണിയുടെയും 7ാമത്തെ പുത്രിയായി 1966 മെയ് 31 ജനനം. പ്രാഥമിക പഠനം ചോതാവൂർ UP സ്കൂളിൽ, ഹൈസ്കൂൾ പഠനം ഗവൺമെൻറ് ഹൈസ്കൂൾ പന്തകലിൽ. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ നിന്നും പ്രീ ഡിഗ്രി പൂർത്തിയാക്കിയ ടീച്ചർ അതേ കോളേജിൽ നിന്നും മലയാളത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. 1990 ചങ്ങനാശ്ശേരി NSS ട്രെയിനിങ് കോളേജിൽ നിന്നും B.Edഉം പൂർത്തിയാക്കി. 1990 സാക്ഷരതാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആകാശവാണിയിലും തിരുവനന്തപുരം ദൂരദർശൻ ചാനലിലും സാക്ഷരതാ യജ്ഞ പരിപാടികൾ അവതരിപ്പിച്ച ടീച്ചർ 1991-93 കാലഘട്ടത്തിൽ മടപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാളം അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. 1993 ദിവസവേതനടിസ്ഥാനത്തിൽ മാഹി JNGHSSൽ സേവനം തുടങ്ങിയ ടീച്ചർക്ക് 97 മലയാളം TGT-ആയി സ്ഥിര നിയമനം ലഭിച്ചു. 2001 ഉസ്മാൻ ഗവൺമെൻറ് ഹൈസ്കൂളിൽ സ്ഥലം മാറ്റം ലഭിച്ച ടീച്ചർക്ക് 13 വർഷത്തിന് ശേഷം 2014 താൻ പഠിച്ച പന്തക്കൽ IK കുമാരൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചു. 2021 മലയാളം ലെക്ചറായി പ്രൊമോഷൻ ലഭിച്ച ടീച്ചർ JNGHSSലും തുടർന്ന് VNPGHSSലും തൻ്റെ സേവനം തുടർന്നു. ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ ടീച്ചർ അധ്യാപനത്തിനൊപ്പം സീഡ് പ്രവർത്തനത്തിലൂടെ മയ്യഴിയിലെ വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി ബോധവും പ്രകൃതി സ്നേഹവും വളർത്താൻ നൽകിയ സംഭാവനകൾ എക്കാലവും ഓർമ്മിക്കപ്പെട്ടു. 2011 മുതൽ 2025 വരെ മാഹി മേഖല സീഡ് കോർഡിനേറ്ററായി പ്രവർത്തിച്ച ടീച്ചർ താൻ ജോലി ചെയ്ത സ്ഥാപനങ്ങൾക്കൊക്കെ മികച്ച സീഡ് പ്രവർത്തനത്തിനുള്ള സംസ്ഥാന ജില്ലാതല അവാർഡുകൾ നേടിക്കൊടുക്കുകയുണ്ടായി. 2 തവണ മികച്ച ടീച്ചർ കോർഡിനേറ്റർക്കുള്ള അവാർഡും ടീച്ചർക്ക് ലഭിക്കുകയുണ്ടായി. പ്രകൃതിയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ടീച്ചർ കുട്ടികളെ പഠിപ്പിച്ച പാഠങ്ങൾ മയ്യഴിയിലെ മണ്ണിലും മനസ്സുകളിലും പച്ചപ്പായി എന്നും നിലനിൽക്കും. പുതുച്ചേരി സർക്കാരിൻ്റെ മികച്ച അധ്യാപികയ്ക്കുള്ള അവാർഡ് 2025 ടീച്ചറെ തേടിയെത്തിയപ്പോൾ അത് അർഹതയ്ക്കുള്ള അംഗീകാരമായി മാറി. അധ്യാപനം എന്നാൽ കേവലം അക്ഷരം പഠിപ്പിക്കൽ മാത്രമല്ലെന്നും കുട്ടികളുടെ സർഗാത്മക ശേഷിയെ ഉണർത്തൽ കൂടിയാണെന്നും സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ടീച്ചർ ക്ലാസ് മുറികൾക്ക് പുറത്തെ വലിയ ലോകത്തേക്ക് കുട്ടികളെ നയിച്ച എല്ലാ പാഠ്യേതര പ്രവർത്തനങ്ങളുടെയും അമരക്കാരിയായിരുന്നു. സാംസ്കാരിക പരിസ്ഥിതി പ്രവർത്തനങ്ങളിലും ശാസ്ത്രമേളകളിലും NSS പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായി കളം നിറഞ്ഞ ടീച്ചർ പകർന്നു തന്ന ആവേശം ഇവിടെ എന്നും നിലനിൽക്കും. ടീച്ചറുടെ പേരിലെ സ്നേഹവും മുഖത്തെ പ്രഭയും എന്നും നിലനിൽക്കട്ടെ. ടീച്ചറുടെ എല്ലാ പ്രവർത്തനങ്ങളിലും താങ്ങും തണലുമായി നിന്ന റിട്ടയർഡ് DO കൂടിയായ ഭർത്താവ് സുരേഷ് ബാബു സാറിനും മകൾ വരദയ്ക്കുമൊപ്പം വിശ്രമജീവിതം ആരോഗ്യവും സന്തോഷവും സമാധാനവും നിറഞ്ഞതാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. സ്നേഹാദരവോടെ